നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ കഥയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കഥയിലേക്ക് കിടക്കാം. അതിഭയങ്കരമായ മഴയിൽ അവൾ നടത്തയുടെ വേഗത ഒന്നും കൂടി കൂട്ടി. ശരീരത്തിലേക്ക് നനഞ്ഞൊട്ടിയ ചുരിദാർ അവളുടെ അംഗലാവണ്യങ്ങളെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. കാറ്റത്ത് ഇളകിപ്പറക്കുന്ന കുട നിയന്ത്രിച്ചു പിടിക്കാൻ അവൾ വല്ലാതെ കഷ്ടപ്പെട്ടു. താൻ നനഞ്ഞാലും വേണ്ടിയില്ല, തന്റെ ബാഗിലെ പുസ്തകങ്ങൾ നനയാതെ ഇരുന്നാൽ മതിയായിരുന്നു. ഇന്ന് കൂട്ടുകാരിയാണേൽ വന്നതുമില്ല. അതുകൊണ്ട് താൻ ഒറ്റയ്ക്കാണ്. സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് മഴ കൂടെ ആയപ്പോൾ അവൾക്ക് വല്ലാത്ത പേടി തോന്നി. ഇടയ്ക്കിടെ കൊല്ലിയാൻ മിന്നുന്നതും കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ ഇടിമുഴക്കവും. ഇനിയും അരമണിക്കൂർ കൂടി നടന്നാലേ വീട്ടിലെത്താൻ പറ്റൂ. ചിലപ്പോൾ അച്ഛൻ തന്നെ തിരക്കി വരാൻ സാധ്യതയുണ്ട്. ഇടിവെട്ടുന്നത് തനിക്ക് വല്ലാത്ത ഭയമാണെന്ന് അച്ഛൻ അറിയാം. തീർത്തും വിജനമായ സെമിത്തേരിയുടെ അടുത്തുകൂടെയുള്ള വഴിയിലൂടെ വേണം ഇനി തനിക്ക് കടന്നു പോകാൻ. സെമിത്തേരി കഴിഞ്ഞാൽ പിന്നെ കുത്തനെയുള്ള ഒരു കയറ്റമാണ്. തീർത്തും വിജനമായ ആ വഴിയെ അവൾ എന്നും പേടിച്ചിരുന്നു. കഴിയുന്നത്ര ധൃതിയിൽ നടക്കുമ്പോഴാണ് റോഡിന്റെ സൈഡിൽ മഴ നനഞ്ഞൊരാൾ നിൽക്കുന്നത് കണ്ടത്. പെട്ടെന്നാണ് സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ അവൾ അവിടെ നിന്നത്. സെമിത്തേരിയുടെ അരികിൽ പ്രേതമല്ലാതെ ആര് വരാനാണ്? പ്രേതം ഇപ്പോൾ തന്നെ കൊല്ലുമെന്നും ഇനി ഈ ഭൂമിയിൽ താൻ ഇല്ലല്ലോ എന്ന് ഓർത്തപ്പോൾ അവൾക്കൊന്ന് അലറി കരയാൻ പോലും കഴിയാതെ വന്നു. അവൾ ആ രൂപത്തിനെ വീണ്ടും വീണ്ടും നോക്കിയപ്പോഴാണ് അതൊരു പുരുഷനാണെന്ന് അവൾക്ക് മനസ്സിലായത്. അയാൾ അവളുടെ മഴ നനഞ്ഞൊട്ടിയ ആ അംഗലാവണ്യങ്ങളിൽ തുറിച്ചു നോക്കിക്കൊണ്ട് എന്തോ ചെയ്യുകയാണ്. ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അവൾക്ക് കാര്യം മനസ്സിലായത്. അവൾ ആകെ ഭയന്നുപോയി. കയ്യിലിരുന്ന കുടയെടുത്ത് വലിച്ചെറിഞ്ഞ് കുത്തനെയുള്ള കയറ്റമായ വഴിയിലൂടെ ഓടി മുകളിലെത്തി. അയാൾ പിന്നാലെ വരുന്നുണ്ടോ എന്ന് ഒരു വേള അവൾ തിരിഞ്ഞു നോക്കി. ഇല്ല, അയാൾ അവിടെ തന്നെ നിൽക്കുകയാണ്. അവൾക്ക് തന്റെ ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോകുമെന്ന് തോന്നി. ശ്വാസമെടുക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട്. വായിൽ വെള്ളം വറ്റി തൊണ്ട ഉണങ്ങിയതുപോലെ. കാലുകൾ വല്ലാതെ കുഴയുന്നു. അല്പനേരം അവൾ അവിടെ നിന്നു. കയറ്റം കഴിഞ്ഞാൽ പിന്നെ വഴി ഇറക്കമാണ്. ഇവിടെ വഴി സൈഡിൽ ധാരാളം വീടുകളുണ്ട്. ഇനി അയാളെങ്ങാനും പുറകെ വന്നാൽ ഏതെങ്കിലും വീട്ടിൽ കയറി നിൽക്കാം എന്നവൾ കരുതി. തിമിർത്തു പെയ്യുന്ന മഴ അല്പം ശമിച്ചിട്ടുണ്ട്. ഒന്നും കൂടി അവൾ തിരിഞ്ഞു നോക്കി. ഇല്ല, അയാൾ പിന്നാലെ വരുന്നില്ല. അല്പം മുമ്പോട്ട് പോയപ്പോഴാണ് അവൾ തന്നെ തിരക്കി വരുന്ന അച്ഛനെ കണ്ടത്. മോളെ, നിന്റെ കുട എന്തിയടി? അത് കാറ്റിൽ പിടുത്തം കിട്ടിയില്ലച്ചാ, പേടിച്ച് ഞാനിങ്ങ് ഓടിപ്പോന്നു, അവൾ പറഞ്ഞു. ആ സാരമില്ല. അച്ഛൻ കുടയിലേക്ക് അവളെ നനയാതെ ചേർത്ത് പിടിച്ചു. ഇന്നലെ വരെ അച്ഛന്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കാൻ ഇഷ്ടമുള്ള അവൾക്ക് അന്നാദ്യമായി അച്ഛന്റെ അരികിൽ നിൽക്കാൻ അവൾക്ക് മടുപ്പ് തോന്നി. ഭാഗ്യം കൊണ്ട് മഴ തോർന്നതും അവൾ അയാളുടെ കൈകളിൽ നിന്നും മാറി നടന്നു. ഇന്നെന്തു പറ്റി എന്റെ കിലുക്കാൻപെട്ടി? മിണ്ടുന്നില്ലല്ലോ. മോളെ, മഴ തുടങ്ങിയപ്പോൾ നിന്നെ ഞാൻ കൂട്ടാൻ വന്നതാ. ഇത്രയും ദൂരം നടന്നിഞ്ഞ് വരണ്ടായോ? അതുകൊണ്ടല്ലേ താമസിച്ചത്? അതിനാണോ ഈ പിണക്കം? അച്ഛന്റെ സംസാരം അവൾക്ക് വല്ലാത്ത അലവസരമായി തോന്നി. വീടെത്തിയതും കുട കളഞ്ഞതിന് അമ്മയുടെ വക വഴക്ക് കിട്ടിയെങ്കിലും അവൾ ഒന്നും മിണ്ടിയില്ല. രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ കണ്ണടയ്ക്കുമ്പോൾ അയാൾ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ, അയാൾ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ച അവയവം കൺമുമ്പിൽ തെളിയുന്നത് പോലെ അവൾക്ക് ഓക്കാനം വന്നു. പലവട്ടം ഛർദ്ദിച്ചതും അമ്മ ഓടി വന്നു. മഴ നനഞ്ഞിട്ടാവും കൊച്ചിന് പൊള്ളുന്ന പനി. ഞാൻ ഇന്ന് അവളുടെ കൂടെ കിടന്നോളാം, അമ്മ പറഞ്ഞു. രാത്രി മുഴുവൻ അമ്മ ഉറങ്ങാതെ അവൾക്ക് കാവലിരുന്നു. പിറ്റേന്ന് കാലത്ത് പനി വിട്ടിട്ടും അവൾ സ്കൂളിൽ പോകാൻ തയ്യാറായില്ല. പിന്നീട് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അവൾ സ്കൂളിൽ പോകാൻ കൂട്ടാക്കിയില്ല. പെണ്ണെ, മര്യാദയ്ക്ക് പൊക്കോണം സ്കൂളിൽ. +2 ആണ്. വല്ലതും 4 അക്ഷരം പഠിച്ചാൽ നിനക്ക് കൊള്ളാം. അമ്മയുടെ ദേഷ്യം കണ്ട് പിറ്റേന്ന് അവൾ സ്കൂളിൽ പോയി. വൈകിട്ട് സ്പെഷ്യൽ ക്ലാസ്സിൽ കയറാതെ തലവേദനയാണെന്ന് പറഞ്ഞ് അവൾ നേരത്തെ ഇങ്ങി പോന്നു. ആ സമയത്ത് അതുവഴി ധാരാളം കൂട്ടുകാരുണ്ട്. അവർക്കൊപ്പം വരുമ്പോൾ അവൾക്ക് തെല്ലും ഭയമില്ല. എങ്കിലും ആ സെമിത്തേരിയുടെ അരികിൽ എത്തുമ്പോൾ അവൾക്ക് വല്ലാതെ അയാളെ ഓർമ്മ വരും. അപ്പോഴെല്ലാം വല്ലാത്ത ഭയം തോന്നും. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ സ്പെഷ്യൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർ വീട്ടിലിരുന്നോ, ഇങ്ങോട്ട് വരണ്ട എന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ മറ്റൊരു നിർവാഹവും ഇല്ലാതെ അവൾ ക്ലാസ്സിലിരുന്നു. അന്ന് ഭാഗ്യത്തിന് മഴയില്ലായിരുന്നു. എങ്കിലും അവൾക്ക് ഭയം തോന്നി. റോഡിലൂടെ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ. ആരും വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് നടന്നു. കയറ്റം കയറി തുടങ്ങിയപ്പോൾ തന്നെ കണ്ടു അയാൾ ആ വഴി റോഡ് സൈഡിൽ നിൽപ്പുണ്ട്. അവൾ പിന്നിലേക്ക് നോക്കി. തീർത്തും വിജനത. കാലുകൾ വിറയ്ക്കുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാലുകൾക്ക് ഭാരം കൂടുന്നു. അവൾ കാലുകൾ വലിച്ചു വെച്ച് അയാളെ നോക്കാതെ മുന്നോട്ട് നടന്നു.
പെട്ടെന്ന് ഷൂ ഷൂ എന്ന വിളിയൊച്ച. അവൾ ഓടാൻ തുടങ്ങിയതും അയാൾ അവളുടെ മുന്നിലേക്ക് കയറി നിന്നു. അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് അയാളെ തള്ളി മാറ്റി അവൾ ഓടി. നിർത്താതെ ഓടി ഓടി അവൾ വീണു. വീണടത്തു നിന്നും വീണ്ടും ചാടി എഴുന്നേറ്റ് ഓടിത്തളർന്ന് വീട്ടിലെത്തി. അമ്മയെ കണ്ടതും അവൾ കുഴഞ്ഞു വീണു. ഏങ്ങലടിച്ചു കരഞ്ഞുകൊണ്ട് അവൾ അമ്മയോട് നടന്നതെല്ലാം പറഞ്ഞു. അമ്മ അപ്പോൾ തന്നെ അച്ഛനെ കണ്ട് കാര്യം ധരിപ്പിച്ചു. അച്ഛൻ കൂട്ടുകാരെയും കൂട്ടി അവിടെ എത്തി. അയാളെ ശരിക്കും കൈകാര്യം ചെയ്തു. എങ്കിലും അവൾക്ക് സമാധാനമായില്ല. അവൾ അച്ഛനോടും സഹോദരനോടും പഴയ പോലെയുള്ള അടുപ്പം കാണിച്ചില്ല. അവളുടെ മനസ്സ് വല്ലാതെ പേടിച്ചിട്ടാണെന്ന് മനസ്സിലാക്കിയ അവർ അവൾക്ക് കൗൺസിലിംഗ് നൽകി. അവൾ പഴയതിലും മിടുക്കിയായി. പക്ഷേ പുരുഷന്മാരെ അവൾ വല്ലാതെ വെറുത്തു. സ്കൂളിൽ അവൾ ആൺകുട്ടികളോട് മിണ്ടാതെയായി. +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് വുമൻസ് കോളേജിൽ ചേർന്ന് പഠിച്ചു. മാസങ്ങൾ കഴിഞ്ഞു. സെക്കൻഡ് ഇയർ കഴിഞ്ഞ സമയത്താണ് ഒരാൾ വന്ന് അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ടൗണിൽ തന്നെയുള്ള ഒരു ജുവലറി ഷോപ്പ് ഉടമയായ അയാൾ കുട്ടിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, വീട്ടിൽ വന്ന് ആലോചിക്കട്ടെ എന്ന അയാളുടെ ചോദ്യത്തിന് എനിക്കിഷ്ടമല്ല എന്ന ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞവൾ നടന്നകന്നു. ഇല്ല, എനിക്ക് പുരുഷനെ അറപ്പാണ്. വിവാഹം എന്നൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല, അവൾ സ്വയം പറഞ്ഞു. പല ദിവസങ്ങളിലും അയാളുടെ മുന്നിലെത്തുമ്പോൾ അയാൾ ചിരിച്ചു കാണിച്ചെങ്കിലും അവൾ കണ്ടതായി പോലും ഭാവിച്ചില്ല. കുറെ നാൾ പിന്നെ അയാളെ കണ്ടതേയില്ല. മിക്കവാറും ദിവസങ്ങളിൽ കാണാറുള്ള ആളെ പെട്ടെന്ന് കാണാതെ ആയപ്പോൾ ഉള്ളിൽ അറിയാതെ സങ്കടത്തിന്റെ ചെറിയൊരു തിരയടിക്കുന്നത് അവൾ മനസ്സിലാക്കി. അതെ, ആദ്യമായി ഒരു പുരുഷനോട് പ്രണയം തോന്നിയിരിക്കുന്നു. പൂക്കളിൽ സ്വയം ഉരുത്തിരിയുന്ന പൂന്തേൻ പോലെ തനിക്കുള്ളിൽ പ്രണയം ഉറവ കൊണ്ടിരിക്കുന്നു. പിന്നെ അയാളെ ഒന്ന് കാണാനുള്ള കാത്തിരിപ്പായിരുന്നു. ദിവസങ്ങളും ആഴ്ചകളും പിന്നിട്ടു. അയാൾ വന്നില്ല. ഒരു ദിവസം അവൾ കോളേജിൽ പോകാൻ ബസ്സിൽ കയറി. കോളേജ് സ്റ്റുഡൻസും സ്കൂൾ കുട്ടികളും തിക്കി തിരക്കി നിൽക്കുന്ന ബസ്സിൽ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാനായി വന്നു. മുന്നിലുള്ള 6ലോ 7ലോ പഠിക്കുന്ന പെൺകുട്ടിയുടെ കക്ഷത്തിനിടയിലൂടെ കൈയിട്ട് ടിക്കറ്റ് ചോദിക്കുന്ന അയാൾ അറിയാത്തതുപോലെ അവളുടെ ആ പിഞ്ചുമാറിടത്തിൽ സ്പർശിക്കുന്നത് കണ്ടപ്പോൾ അയാളുടെ കരണക്കുറ്റി നോക്കി അവളൊന്ന് പൊട്ടിച്ചു. യാത്രക്കാരായ ആൺകുട്ടികൾ അയാളെ കൈകാര്യം ചെയ്യുന്നത് കണ്ടപ്പോഴാണ് അവൾക്ക് മനസ്സ് നിറഞ്ഞത്. പ്രതികരണശേഷിയുള്ള സ്ത്രീകളെ സംരക്ഷിക്കാൻ മനസ്സുള്ള ആൺകുട്ടികളോട് അവൾക്ക് അന്ന് മതിപ്പ് തോന്നി. ആണുങ്ങൾ എല്ലാവരും ഒന്നും മോശക്കാരില്ല എന്നവൾക്കറിയാം. എങ്കിലും ചില എണ്ണങ്ങളുണ്ട് മുഴുവൻ ആണുങ്ങൾക്കും പേരുദോഷമുണ്ടാക്കുന്ന ചില ഞരമ്പ് രോഗികൾ. അന്ന് അവൾ വലിയ സന്തോഷത്തിലായിരുന്നു. ഒരിക്കൽ തനിക്ക് പ്രതികരിക്കാൻ കഴിയാതെ പേടിച്ച് വിഷാദത്തിലായ ദിവസങ്ങൾ അവൾക്ക് ഓർമ്മ വന്നു. തന്റെ അവസ്ഥ ആ പെൺകുഞ്ഞിന് വരുമെന്ന ചിന്തയാണോ അയാൾക്കൊന്ന് പൊട്ടിക്കാൻ തോന്നിപ്പിച്ചത്? അറിയില്ല. എന്തായാലും ഇപ്പോൾ നല്ല ധൈര്യം തോന്നുന്നു. പതിവില്ലാതെ അന്നവൾ ഒത്തിരി നേരം പഴയതുപോലെ അച്ഛനോട് സംസാരിച്ചു. കുറെ നാളുകൾക്ക് ശേഷം സ്വസ്ഥമായി അവൾ അച്ഛന്റെ മടിയിൽ തലചായ്ച്ചു കിടന്നു. അവൾ അപ്പോൾ പഴയ 5 വയസ്സുകാരി പെൺകുട്ടിയാകുകയായിരുന്നു. അച്ഛന്റെ ആ നെഞ്ചിലെ ചൂടിൽ മാത്രം ഉറങ്ങാൻ കഴിയുന്ന പെൺകുട്ടി. അന്ന് വൈകുന്നേരം അവൾ ഏറെ നേരം കണ്ണാടിക്ക് മുമ്പിൽ വന്നു നിന്നു. എണ്ണതെ ചൊതുക്കി വെച്ച ആ മുടി ഷാംപൂ ചെയ്ത് അഴിച്ചിട്ടു. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇഷ്ടമുള്ള കറുത്ത പൊട്ടു തൊട്ടു. കൃത്യം പാകമായ ഡ്രസ്സിട്ട് കണ്ണാടിയുടെ മുമ്പിൽ വന്നവൾ നിന്നു. അതിസുന്ദരിയൊന്നുമല്ലെങ്കിലും കവിളിലെ ഒറ്റനുണക്കുഴിയും നീണ്ട മുടിയിഴകളും അവളുടെ ആ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടി. സ്വയം അവളെ നോക്കി നിന്നപ്പോൾ അവൾക്ക് താനൊരു സുന്ദരിയാണെന്ന് തോന്നി. ഉള്ളിൽ നല്ല ആത്മവിശ്വാസം അവൾക്ക് തോന്നി. പിറ്റേന്ന് അവൾ നന്നായി ഒരുങ്ങി തന്നെയാണ് കോളേജിൽ പോയത്. ഏറ്റവും പ്രസന്നതയോടെ അവൾ അവളുടെ ഹൃദയം കവർന്നെടുത്ത ആളെ നോക്കിയെങ്കിലും അയാൾ അവളെ നോക്കിയതേയില്ല. അവൾക്ക് നിരാശ തോന്നി. എങ്കിലും അവൾ അതൊന്നും പുറത്തു കാണിച്ചില്ല. പഠിത്തത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്തെങ്കിലും വഴിയിലൂടെ പോകുമ്പോൾ കണ്ണുകൾ ചിലപ്പോൾ അയാളെ തിരയാറുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് പെട്ടെന്നൊരു ദിവസം അവളുടെ ഹൃദയം കവർന്ന അയാൾ തൊട്ടു മുമ്പിൽ വന്നു നിന്നു. അതെ, ഞാൻ അറിയുന്നുണ്ട് കേട്ടോ എന്നെ നോക്കുന്നതൊക്കെ. തന്റെ ഒരു ചെറിയ മാറ്റം പോലും എനിക്കറിയാം കേട്ടോടൂ, അയാൾ അവളുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു. അന്ന് ആദ്യമായി അവളുടെ കവിളുകൾ നാണത്താൽ ചുവന്നു. ആ കണ്ണുകളിൽ പ്രണയത്തിന്റെ ഒരു ഉൾക്കടൽ ആർത്തിരമ്പുന്നത് അവൻ തിരിച്ചറിഞ്ഞു.